യേശുവിൻ്റെ ക്രൂശ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മൾ കഴുത്തിൽ മാലയിൽ തൂക്കിയിട്ടിരിക്കുന്ന ലോക്കറ്റിലുള്ള ആ ചെറിയ മെറ്റൽ കൊണ്ടുള്ള തടി കൊണ്ടുള്ള ക്രൂശിലായിരിക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അങ്ങനെയുള്ളൊരു ഒബ്ജക്റ്റ്, ഒരു സാധനത്തെക്കുറിച്ചല്ല. ക്രൂശ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് ആ ഒരു തടി കഷ്ണത്തെയോ ഒരു മെറ്റൽ പീസോ ആയിരിക്കും. പക്ഷേ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചല്ല. ക്രൂശ് എന്ന് ബൈബിളിൽ എവിടെയൊക്കെ എഴുതിയിരിക്കുന്നു അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊരു സാക്രിഫൈസിനെ സൂചിപ്പിക്കുന്നു, ഒരു യാഗത്തെ സൂചിപ്പിക്കുകയാണ്. ക്രൂശ് എന്ന് പറയുന്നത്, ക്രോസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതിലുള്ള യാഗമാണ്, ആ സാക്രിഫൈസാണ്. ഹല്ലേലൂയ. അതായത് ക്രൂശിലുള്ള ശക്തി എന്ന് പറയുന്നത് ഇങ്ങനെയും ഇങ്ങനെയും വച്ചിരിക്കുന്ന ഒരു തടിക്കഷ്ണത്തിൻ്റെ അതിലല്ല ശക്തി. അതിലുണ്ടായ ആ ക്രൂശിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ വെളിപ്പാടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശക്തിയായി മാറുന്നത്. അറിവല്ല, വെളിപ്പാടാണ് എപ്പോഴും ശക്തിയായി പരിണമിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മനോഹരമായ പദ്ധതിയുടെ, ലോക സ്ഥാപനത്തിന് മുമ്പേ ഉള്ള ദൈവത്തിൻ്റെ മനോഹരമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ് ക്രൂശ്. ഈ ക്രൂശ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ മാറ്റുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ളൊരു മാറ്റം കൊണ്ടുവരുന്നൊരു കാര്യമല്ല. ക്രോസ് എന്ന് പറയുന്ന ഒരു മൾട്ടി ഡയമെൻഷണലാണ്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും മാത്രമല്ല, ഈ ഭൂമിയുടെ തന്നെ സകല മേഖലകളെയും ബാധിച്ച, അതിനൊക്കെയും എഫക്റ്റ് കൊണ്ടുവന്ന ഒന്നാണ് ക്രോസ്. ഹല്ലേലൂയ. ക്രൂസ് എന്ന് പറയുന്ന ഒരു മൾട്ടി ഡയമെൻഷനിലാണ്. ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഭൂമിയുടെ റൂളറായി ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. ഏദൻ തോട്ടം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെയും ഭൂമിക്കും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ജോയിനിങ് പോയിന്റ്, അല്ലെങ്കിൽ ഒരു കണക്റ്റിംഗ് പോയിന്റ് ആയിരുന്നു ഏദൻ തോട്ടം എന്നുള്ളത്. എന്നാൽ അവിടെ വാഴുവാനായി, ഭൂമിയുടെ മേൽ ലോഡ്ഷിപ്പ് കൊടുത്ത് ഭരണകർത്താവായി നിർത്തിയ ആദം, അവൻ വീണപ്പോൾ അവൻ തൻ്റെ അധികാരത്തെ, തൻ്റെ ലോഡ്ഷിപ്പിനെ സാത്താന് കൈമാറി പകരം ഒരു അടിമയെ പോലെ ആയി മാറി. ബൈബിൾ പല സ്ഥലത്തും സിൻസ് എന്നും സിൻ എന്നും എഴുതിയിട്ടുണ്ട്. പാപങ്ങൾ അല്ലെങ്കിൽ അതിക്രമങ്ങൾ അല്ലെങ്കിൽ ലംഘനങ്ങൾ എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്. ചില സ്ഥലത്ത് പാപം എന്ന വാക്ക് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടാണ്. ബൈബിളിൽ പല സ്ഥലങ്ങളിലും പാപം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, പാപങ്ങൾ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പാപവും പാപങ്ങളും വ്യത്യാസമാണ്. ഇല്ല എങ്കിൽ, ഇത് മനസ്സിലായില്ലെങ്കിൽ പലപ്പോഴും അതിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകും. പാപങ്ങൾ, അതിക്രമങ്ങൾ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉദാഹരണത്തിന് എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തുവിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അവിടെ ഉപയോഗിച്ചുള്ള വാക്കെന്താ? അതിക്രമങ്ങൾ, പാപങ്ങൾ, പ്ലൂറലാണ്, സിൻസ്. അവിടെ അതിൻ്റെ ഒറിജിനൽ വാക്ക് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് പരാപ്റ്റോമ എന്ന വാക്കാണ്. അതിൻ്റെ മൂലഭാഷയിൽ അത് പരാപിപ്റ്റോ. ഇതൊന്നും നിങ്ങൾ അറിയണമെന്നില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. പരാപിപ്റ്റോ എന്ന് പറയുന്ന മൂലഭാഷയിലെ വാക്കെന്ന് പറയുന്ന അർത്ഥം അത് ഡീവിയേറ്റ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുക. സാധാരണ നമ്മൾ പറയുന്ന പോലെ ലംഘനം ഉണ്ടാക്കുക, ഒരു നിയമം ഉണ്ടാകുമ്പോഴാണ് ലംഘനം ഉണ്ടാകുന്നത്. അതായത് നമ്മളൊരു കാര്യം ചെയ്യേണ്ടിയിരുന്നു, അത് ചെയ്യാതെ വേറൊന്ന് ചെയ്യുക. അതാണ് പാപം, തെറ്റുകൾ. നമ്മൾ ചെയ്യുന്ന, സാധാരണ ചെയ്യുന്ന എല്ലാ തെറ്റുകളെയും ലംഘനങ്ങളെയും നമുക്കിതിൽ ഉൾപ്പെടുത്താം. ഇതാണ് സിൻസ്, പാപങ്ങൾ. ഇങ്ങനെയുള്ള എല്ലാ അതിക്രമങ്ങളും യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് മോചനമുണ്ട് എന്ന് എഫേസ്യർ 1:7 പറയുന്നു. പാപങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത് പാപങ്ങൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. എന്നാൽ പാപം എന്ന് പറയുന്നത് ഒരു ആക്ഷൻ അല്ല. പാപങ്ങൾ ആക്ഷനാണ്, നമ്മുടെ പ്രവൃത്തികളാണ്. പാപം എന്ന് പറയുന്നത് അതൊരു സ്വഭാവമാണ്. ഹല്ലേലൂയ. ഇവിടെ പാപം എന്ന് പറയുന്ന, സിൻ എന്ന വാക്കിന് ഉപയോഗിക്കുന്ന വാക്ക് ഹമാർഷ്യ എന്ന വാക്കാണ്. ഹമാർഷ്യ, ഓർത്തു വയ്ക്കുക. ഹമാർഷ്യ എന്ന വാക്കിനർത്ഥം ഒരു സ്വഭാവമെന്നാണ്. അതൊരു ആക്ഷൻ അല്ല, ഒരു പ്രവൃത്തിയല്ല, അതൊരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്, നമ്മളായിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തതിന് പിന്നിലുള്ള കാരണം, അതാണ് പാപം. മനസ്സിലായോ? പാപങ്ങൾ ചെയ്യുവാൻ കാരണമായിരിക്കുന്ന റീസൺ എന്താണോ അതാണ് പാപം, ഹമാർഷ്യ. അത് ഒരു ആക്ഷൻ അല്ല, വെർബല്ല, അതൊരു നൗണാണ്. ഹല്ലേലൂയ. അതൊരു പേര്, ഒരു വാക്കാണ്. അതായത് നമ്മുടെ ഒരു സ്വഭാവമാണ് ഹമാർഷ്യ, പാപം. പാപ സ്വഭാവത്തിൽ നിന്നാണ് പാപങ്ങൾ ഉണ്ടാകുന്നത്, നമ്മുടെ പ്രവൃത്തിയിലേക്ക് വരുന്നത്. ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ട് സ്ഥലത്തും ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് വാക്കുകളാണ്. ഒന്ന് പാപങ്ങൾ, അതിക്രമങ്ങൾ നമ്മുടെ പ്രവൃത്തിയാണ്, അത് ദൈവത്തിൻ്റെ പാപക്ഷമ മതി. എന്നാൽ എൻ്റെ സ്വഭാവമാകുന്ന പാപം,
അതിന് ക്ഷമ കൊണ്ട് പരിഹാരമാകത്തില്ല. എൻ്റെ സ്വഭാവത്തിനകത്താണ് മാറ്റം വരേണ്ടത്. അതായത് ദൈവത്തിന് നമ്മുടെ സ്വഭാവത്തെ ഡീൽ ചെയ്യേണ്ടിയിരുന്നു. ആദം വീണപ്പോൾ ആദമിൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം വന്നു. അതുവരെ ദൈവത്തെ കണ്ടിരുന്ന കാഴ്ചപ്പാട് മാറി, ദൈവത്തെ ക്രൂരനായി ചിത്രീകരിക്കാൻ തുടങ്ങി, ഭയത്തിൻ്റെ അവസ്ഥയിലേക്ക് ഒളിക്കുവാനായി തുടങ്ങി. ഇതെവിടെയാണ് സംഭവിച്ചേ? ആദമിൻ്റെ അകത്ത് അവൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റമുണ്ടായി. ഹമാർഷിയ, അവൻ്റെ ഹൃദയത്തിനകത്ത്, അവൻ്റെ ചിന്തയിൽ ഒരു മാറ്റം വന്നു. അവൻ്റെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്തു. അവൻ വേറൊരു മനുഷ്യനായി മാറി. അതാണ് സിൻ. അതിൽ നിന്നാണ് അവൻ പാപങ്ങൾ ചെയ്യുവാൻ ആരംഭിച്ചത്. കാരണം അവൻ്റെ ഒരു പഴയ മനുഷ്യനെ നമ്മൾ ബൈബിളിൽ ഒത്തിരി പ്രാവശ്യം പറയുന്ന അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഹമാർഷിയ, പാപം. ഹല്ലേലൂയ. നമ്മൾ പ്രത്യേകിച്ച് പൗലോസിന്റെ ലേഖനങ്ങളൊക്കെയും പഴയ മനുഷ്യൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്, ഓൾഡ് നേച്ചർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനെയാണ്. എന്താണ് പാപം? അപ്പോൾ പാപം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വ്യക്തിയെ പോലെയാണ്. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, കയീനും ഹാബേലിൻ്റെയും കഥ പറയുമ്പോൾ, കയീൻ ഹാബേലിനെ കൊല്ലുവാനായി പ്ലാൻ ചെയ്യുമ്പോൾ ദൈവം ഒന്ന് വാൺ ചെയ്യുന്നുണ്ട്, പാപം നിന്റെ വാതിൽക്ക് നിൽക്കുന്നു. ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ആക്ഷൻ അല്ല, ഒരു വ്യക്തി. പാപം നിന്റെ വാതിൽക്കൽ നിൽക്കുന്നു. ഒരു സ്വഭാവം, ഒരു വ്യക്തിയെ പോലെ പറയുകയാണ്, അതിൻ്റെ ഇഷ്ടം നിന്നോടാകുന്നു, നീ അതിന് കീഴ്പ്പെടരുത്. ഒരു പഴയ മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, പാപം നിന്റെ ഒരു സ്വഭാവം. അവിടെയാണ് ഡീൽ ചെയ്യുന്നത്. അവിടെയാണ് ഈ പാപ സ്വഭാവത്തെ ക്ഷമയിലൂടെ മാറത്തില്ല, പാപം ക്ഷമിച്ചതിലൂടെ മാറത്തില്ല. ഞാനും നിങ്ങളും ചെയ്ത പാപങ്ങൾ ദൈവം ക്ഷമിച്ചാൽ മതി. എന്നാൽ പാപ സ്വഭാവത്തിനെ മാറ്റം വരുത്തണമെങ്കിൽ ആ സ്വഭാവത്തെ മാറ്റണം. അതായത് ഇത്രയേ ഉള്ളൂ, യേശുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ചെങ്കിൽ ക്രൂശ് നമ്മുടെ പഴയ മനുഷ്യനെ നമ്മളിൽ നിന്ന് മാറ്റി. നമ്മുടെ പഴയ മനുഷ്യനെ ഡീൽ ചെയ്യുന്നതാണ് ക്രൂശ്. നമ്മുടെ പാപ സ്വഭാവത്തെ മാറ്റിയത് ക്രൂശാണ്. നമ്മുടെ പാപങ്ങളെ മാറ്റിയത് യേശുവിൻ്റെ രക്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മനസ്സിലാക്കേണ്ടത്. യേശുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മാറി. എന്നാൽ ആ പാപം നമ്മളെ കൊണ്ട് ചെയ്യിച്ചു കൊണ്ടിരുന്ന ഒരു സ്വഭാവമുണ്ട്, പഴയ മനുഷ്യൻ, വീണുപോയ മനുഷ്യൻ്റെ ഒരു ഇമേജ് ഉണ്ട്. അതിനെ ക്രൂശ് മാറ്റി. ക്രൂശിന് ശേഷം നമ്മൾ പിന്നെ പഴയ മനുഷ്യൻ്റെ കീഴിലല്ല, പുതിയ മനുഷ്യനാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഒരുവൻ ക്രിസ്തുവിലായാൽ പിന്നെ അവൻ പുതിയ സൃഷ്ടി. ക്രൂശ് നമ്മെ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി പഴയ മനുഷ്യനല്ല നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മിൽ പഴയ മനുഷ്യനല്ല, പുതിയ മനുഷ്യനാണ്. ഇന്നും പലരും പഴയ മനുഷ്യൻ, ക്രൂശിന് ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലാണ് പലരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമങ്ങളാണ്. കാരണം അവർക്കറിയത്തില്ല, അവരുടെ അകത്ത് അവരെ പാപങ്ങൾ ചെയ്യിക്കുന്ന പാപം ഇനിയില്ല. അതാ റോമർ ലേഖനം പറയുന്നു, നിങ്ങൾ പാപത്തിന് മരിച്ചു, ദൈവത്തിന് ജീവിക്കുന്നു. പഴയ മനുഷ്യനോട് നിങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല. അവൻ പറയും നിങ്ങൾ ഇനി കേൾക്കേണ്ടതില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, പാപം നിങ്ങൾ ഇനി കർത്തൃത്വം നടത്തുകയില്ല. ഹല്ലേലൂയ. പാപത്തിന് നിങ്ങളെ ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പാപം പറയുന്നത് ചെയ്യേണ്ടി വരത്തില്ല. ഇന്നും നമ്മൾ മനഃപൂർവ്വമായി പാപം ചെയ്യുന്നെങ്കിൽ അത് പാപ മനുഷ്യൻ്റെ അർജസിനനുസരിച്ചല്ല, നമ്മളെ പുതിയ മനുഷ്യൻ്റെ ചിന്തയ്ക്ക് വിരോധമായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ ഇനി പഴയ മനുഷ്യനല്ല, പുതിയ മനുഷ്യനാണ്. അതുകൊണ്ടാണ് യേശുവിൽ വിശ്വസിച്ച വീണ്ടും ജനിച്ച ദൈവ പൈതൽ അവൻ പാപം ചെയ്യുമ്പോൾ അവൻ്റെ അകത്തെ മനുഷ്യൻ്റെ ശബ്ദവുമായിട്ട് മാച്ച് ആവാത്തത്. കാരണം അകത്തെ മനുഷ്യൻ ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനാണ്. അവൻ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവനാണ്, ദൈവത്തിൻ്റെ മനസ്സുള്ളവനാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ള നമ്മൾ വീണ്ടും പാപത്തിലേക്ക് പോകുന്നെങ്കിൽ അതിനർത്ഥം പാപം നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നതല്ല, നമ്മൾ മനഃപൂർവ്വമായി പാപത്തിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യനും ക്രിസ്തുവുമായി ഏക രൂപത്തിൽ വന്ന അല്ലെങ്കിൽ അനുരൂപമായി മാറപ്പെട്ട പുതിയ മനുഷ്യൻ എപ്പോഴും നമ്മോട് പറയും, നീ ചെയ്യുന്നത് തെറ്റാണ്, നിന്നെ പാപം ഇനി കർത്തൃത്വം നടത്തത്തില്ല. അതുകൊണ്ട് വീണ്ടും ജനിച്ച ദൈവവേദന പറയാൻ കഴിയത്തില്ല, എന്നെ കൊണ്ട് പാപം ചെയ്യിച്ചു പറയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കാര്യം എന്താണ്? പഴയ മനുഷ്യൻ യേശു ക്രിസ്തുവിനോട് കൂടെ മരിച്ചു. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു കാൽവരി ക്രൂസിൽ മരിച്ചുവെന്ന്? കാരണം ഒന്ന് കണ്ടോട്ടെ. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് യേശു ക്രിസ്തു കാൽവരി ക്രൂസിൽ മരിച്ചു എന്നുള്ളത്. അങ്ങനെയാണ് എങ്കിൽ
റോമാലേഖനം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. റോമർ 6:6. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കും എന്നല്ല, പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നതാണ്, പാപശരീരത്തെ നമ്മൾ നീക്കണമെന്നോ പാപശരീരത്തെ നമ്മൾ ക്രൂശിക്കണമോ എന്നല്ല. യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ അവനോട് കൂടെ നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. ഹല്ലേലൂയ. ക്രൂശിക്കപ്പെടുമെന്നാണോ ക്രൂശിക്കണമെന്നാണോ? ക്രൂശിക്കപ്പെട്ടു. ഇറ്റ്സ് ഓൾറെഡി ഡൺ. യേശു കാൽവരി ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവനോടുകൂടെ എൻ്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പലപ്പോഴും ക്രിസ്ത്യാനികൾ ഇന്ന് ജീവിതകാലം മുഴുവൻ പാപത്തോടുള്ള സ്ട്രഗിളാണ്. പാപം എങ്ങനെ ചെയ്യാതിരിക്കാം? നിങ്ങളോട് പറയാം, നിങ്ങൾ എത്രത്തോളം പാപം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുമോ അത്രത്തോളം നിങ്ങൾ പാപം ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ പറഞ്ഞത് ശ്രദ്ധിക്കുക. എത്രത്തോളം നിങ്ങൾ പാപത്തെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമോ അത്രത്തോളം നിങ്ങൾ പാപം ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങളോട് വചനം പറഞ്ഞിരിക്കുന്നത് പാപത്തെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാനല്ല, നിങ്ങളെ തന്നെ ഔവണ്ണം എണ്ണുവിൻ, നിങ്ങളെ തന്നെ കൗണ്ട് യുവർ സെൽഫ്, നിങ്ങളെ തന്നെ അങ്ങനെ കാണുവിൻ. എങ്ങനെ? പാപത്തിന് മരിച്ചു നീതിക്ക് ജീവിക്കുന്നവരായി. വിശ്വസിക്കുക, എൻ്റെ പഴയ മനുഷ്യൻ യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തുവത്രേ ജീവിക്കുന്നു. ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തുവത്രേ ജീവിക്കുന്നു. ഇനി ഞാൻ പാപം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നവനല്ല, ഞാൻ പാപത്തിന് മരിച്ചവനാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. പാപം അറിയാത്തവനെ, പാപം ചെയ്യാത്തവനെന്നല്ല, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ഹല്ലേലൂയ. യേശു എത്ര പാപം ചെയ്തിട്ടുണ്ട്? യേശു എത്ര പാപം ചെയ്തു? ഒരു പാപം ചെയ്തില്ല. ഒരു പാപം ചെയ്തില്ല. ഉറപ്പാണോ? യേശു ഒരു പാപവും ചെയ്തില്ല. ഒരു പാപവും ചെയ്യാത്ത യേശുവിനെ പാപം ആക്കി, എൻ്റെ പഴയ മനുഷ്യന് തുല്യനാക്കി മാറ്റി, വീണ മനുഷ്യന് തുല്യനാക്കി മാറ്റി. ദൈവമായിരിക്കെ അവൻ സകല മഹത്വം വെടിഞ്ഞിട്ട് പാപ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ പാപം ചെയ്തിട്ട് പാപമായി മാറിയതല്ല, അവൻ പാപം ചെയ്തില്ല, അവൻ പാപമില്ലായിരുന്നു, പക്ഷെ അവൻ എന്നെ പോലെ ആയി മാറി. എന്തിനു വേണ്ടി? ഞാൻ അവനെ പോലെ ആകേണ്ടതിന്. ഹല്ലേലൂയ. എങ്ങനെ? അവൻ ഒരു പാപവും ചെയ്യാതെ എന്നെ പോലെ ആയി മാറിയത് ഞാൻ ഒന്നും ചെയ്യാതെ അവനെ പോലെ ആകേണ്ടതിനാണ്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്, ദൈവത്തിൻ്റെ നീതിമാനാകേണ്ടതിനല്ല, ദൈവത്തിൻ്റെ നീതിയാകേണ്ടത്. എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യൻ പോലും അറിയാതെ അവനെ പാപം ചെയ്യിച്ചുകൊണ്ടിരുന്ന ഒരു പഴയ മനുഷ്യന്റെ പേര് പാപം എന്നാണെങ്കിൽ, ദൈവത്തിൻ്റെ അകത്ത് ദൈവം പോലും അറിയാതെ ദൈവത്തിൻ്റെതായ ഒരു സ്വഭാവം വെളിപ്പെടുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ നീതി. ഹല്ലേലൂയ. പഴയ മനുഷ്യനല്ല, അത് പുതിയ മനുഷ്യനാണ്. നമ്മൾ ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന ആ മനുഷ്യനാണ് ദൈവത്തിൻ്റെ ചിന്തയിൽ ദൈവത്തെ പോലെ ചിന്തിക്കുന്ന, ദൈവത്തെ പോലെ പ്രവർത്തിക്കുന്ന, ദൈവത്തിൻ്റെ അതേ സ്വഭാവമുള്ള ആ മനുഷ്യനാണ് നമ്മൾ ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. എങ്ങനെ? നാം എന്തെങ്കിലും ചെയ്തിട്ടല്ല, നമ്മൾ പ്രവൃത്തി ചെയ്യാതെ തന്നെ. എങ്ങനെയാണോ ഒരു പാപവും ചെയ്യാത്ത യേശു പാപം ആയി മാറിയതോ അതുപോലെ ഒരു നീതിയും ചെയ്യാത്ത നമ്മൾ അവൻ്റെ നീതിയായി മാറി. ഇന്ന് എൻ്റെ അകത്തിരിക്കുന്നത് എന്നെ കൊണ്ട് പാപം ചെയ്യിക്കുന്ന പഴയ മനുഷ്യനല്ല, എൻ്റെ അകത്തിരിക്കുന്നത് ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാൻ എന്നെ എംപവർ ചെയ്യുന്ന ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനാണ്. ഹല്ലേലൂയ. ഒരു വാക്യം കൂടി വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 22 മുതൽ വാക്യങ്ങൾ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ചിട്ട് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ. കണ്ടോ? മുമ്പിലെ നടപ്പ് വെച്ച് എങ്ങനെയായിരുന്നു? ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായിട്ട്, നിങ്ങളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവുമായി സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച
സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. പുതിയ മനുഷ്യനായി മാറാനല്ല, പുതുമനുഷ്യനെ ധരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ മനുഷ്യനെ കഴിഞ്ഞു, ഇനി ഞാൻ പുതിയ സൃഷ്ടിയാണ്. എങ്ങനെ? ദൈവ അനുരൂപമായി ദൈവത്തെ പോലെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പുതുമനുഷ്യനെ ഞാൻ ധരിച്ചു കൊള്ളണം. ഹല്ലേലൂയ. അതിന് ഇംഗ്ലീഷ് വേർഷൻ മനോഹരമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഗോഡ് ഹാസ് റീക്രിയേറ്റഡ് യു ഓൾ ഓവർ അഗെയിൻ. ദൈവം നിന്നെ വീണ്ടും ഒന്നേന്ന് പുതുക്കി പുതുതായി റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. എങ്ങനെ? ഇൻ ഹിസ് പെർഫെക്റ്റ് റൈച്ചസ്നസ്. അവൻ്റെ സ്വഭാവത്തിൽ, അവൻ്റെ നീതി എന്ന സ്വഭാവത്തിൽ നിന്നെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ആൻഡ് യു നൗ ബിലോങ് ടു ഹിം. നീ ഇപ്പോൾ അവനുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിങ്ങനെയാണ്, നമ്മൾ പാപം ചെയ്യാതിരിക്കാൻ ശ്രമങ്ങളാണ്. പക്ഷെ ശ്രമമല്ല വേണ്ടത്, വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നെ ദൈവം അവൻ്റെ നീതിയാക്കി മാറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇല്ല എങ്കിൽ ജീവിതകാലം മുഴുവൻ സാത്താൻ നമ്മുടെ മേൽ പ്രയോഗിക്കുന്ന ശത്രുവിൻ്റെ പ്രധാന ആയുധം എന്താണെന്ന് അറിയാവോ? കുറ്റബോധം, ഷെയിം. ഇങ്ങനെ മനുഷ്യനെ ഗിൽറ്റിൻ്റെ, കുറ്റബോധത്തിൻ്റെ, പാപബോധത്തിൻ്റെ അതിലിങ്ങനെ കുടുക്കി ഇട്ടിരിക്കും. എന്നാൽ അതിന് മരുന്നായിരിക്കുന്ന ഒന്ന് അവൻ്റെ ക്രൂശും അവൻ്റെ രക്തവുമാണ്. യേശുവിൻ്റെ രക്തം എൻ്റെ സകല പാപങ്ങളെയും പോക്കി, ഞാൻ ചെയ്ത എൻ്റെ പ്രവൃത്തികളെല്ലാം മായ്ച്ച് എന്നെ വെടിപ്പാക്കിയിരിക്കുന്നു. അവൻ്റെ ക്രൂശോ എന്നെ കൊണ്ട് പാപങ്ങൾ ചെയ്യിച്ചു കൊണ്ടിരുന്ന എൻ്റെ പഴയ മനുഷ്യനെ അവനോട് കൂടെ ക്രൂശിച്ചു, അവനോടൊപ്പം എന്നെ പുതുതായി ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്താണ് ദുഃഖ വെള്ളിയാഴ്ചയുടെ അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേയുടെ പ്രധാന മെസ്സേജ് എന്ന് പറയുന്നത്? കാൽവരി ക്രൂശിൽ മരിച്ച യേശു അല്ല, അതിനപ്പുറമായി അവനോടുകൂടെ നമ്മൾ മരിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഗുഡ് ഫ്രൈഡേയുടെ പ്രധാന സന്ദേശം. നമ്മൾ വെറുതെ ഇരുന്നില്ല, അവൻ മരിച്ചപ്പോൾ അവനോട് കൂടെ നാം മരിച്ചു, അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, അവനോട് കൂടെ മരിച്ചു, അവനോട് കൂടെ അടക്കപ്പെട്ടു, അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു. അതാ വചനം പറയുന്നത്. ആകയാൽ യേശു ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന നിങ്ങൾ സ്വർഗത്തിലുള്ളത്, ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. ഇന്ന് ചെയ്യാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ചിന്തിക്കുക, മനസ്സ് പുതുക്കുക. നിങ്ങളുടെ ആക്ഷൻസ് ഓട്ടോമാറ്റിക്കലി മാറും. ഹല്ലേലൂയ. നിങ്ങളുടെ ആക്ഷൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അറിയോ? പ്രവൃത്തി ഉണ്ടാകുന്നത് ചിന്തയിൽ നിന്നാണ്. ചിന്ത മാറിയാൽ പ്രവൃത്തി ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യും. ചിന്ത മാറുക, ഞാൻ പഴയ മനുഷ്യനല്ല, പുതുക്കം പ്രാപിച്ച പുതിയ മനുഷ്യനാണ്, ക്രിസ്തുവിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പുതിയ മനുഷ്യനാണ് എൻ്റെ അകത്തിരിക്കുന്ന ചിന്ത നിൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ചിന്തകൾ മാറും, നിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറും, നിൻ്റെ പ്രവൃത്തികൾ ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യും. ഹല്ലേലൂയ. അതായത് പ്രവൃത്തിയിലൂടെ നമ്മൾ മാറാൻ ശ്രമിച്ചാൽ മാറത്തില്ല, എന്നാൽ മനസ്സ് പുതുക്കുന്നതിലൂടെ, തോട്ട് പ്രോസസ്സ് മാറുന്നതിലൂടെ നമ്മുടെ പ്രവൃത്തികൾ മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഫോളോ ചെയ്യുന്നത്, ഇവിടെ നിന്ന് അങ്ങോട്ടല്ല. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 5:17 നമ്മൾ നേരത്തെ പറഞ്ഞ വാക്യമാണ്. ഒരുവൻ ഏതൊരുവനായാലും അവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. പഴയത് കഴിഞ്ഞു പോകുമെന്നല്ല, കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ബിഹോൾഡ് ഇറ്റ്സ് ന്യൂ. അതായത് നാം നമ്മളെ തന്നെ കാണണം, ഞാൻ പുതുതായിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് പറയാൻ ഒത്തിരി കഥകളുണ്ടാകും. വേറെ എൻ്റെ കഴിഞ്ഞ നാളുകളിൽ എൻ്റെ കുഞ്ഞു പ്രായം മുതൽ ഞാൻ ഒത്തിരി മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ ഒരുപാടായിട്ട് മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് മിസ്ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, പലരും എന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ തകർന്നവനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, അതല്ല നിങ്ങളുടെ ഒറിജിനൽ. നിങ്ങൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ്. നിങ്ങൾ അങ്ങനെ തന്നെ കാണാൻ തുടങ്ങണം. പഴയ കാലത്തിലെ നിങ്ങളുടെ സ്വഭാവത്തിനെയോ ചിന്തകളെയോ പ്രവൃത്തികളെ ആശ്രയിച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഫെയിലുവേഴ്സിനെയോ വെച്ച് നിങ്ങളെ ഇനി കാണരുത്. നിങ്ങളുടെ അകത്ത് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ആത്മമനുഷ്യൻ എങ്ങനെയാണ്. നിങ്ങളുടെ ആത്മമനുഷ്യൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? നിങ്ങളുടെ ആത്മമനുഷ്യൻ ക്രിസ്തുവിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അവനുമായി ഒന്നായിരിക്കുന്നു, യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോട് കൂടെ സ്വർഗതലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. അവനോടൊപ്പം എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മേലെ നിങ്ങൾ അവനോടുകൂടെ വാഴുവാനായി സ്വർഗതലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ പുതിയ ഐഡന്റിറ്റി.
ഹല്ലേലൂയ. ഇതൊന്നും നമ്മൾ അറ്റൈൻ ചെയ്യേണ്ട ഒന്നല്ല. ഓൾറെഡി ദൈവം നമ്മൾ അങ്ങനെ ആക്കിയിരിക്കുന്നു. വി ഹാവ് ടു ബിലീവ് ആൻഡ് കോഓപ്പറേറ്റ് വിത്ത് ഗോഡ്. ദൈവവുമായി നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടുചേർന്ന് ഈ റിയാലിറ്റി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ക്രൂശിന്റെ മഹത്വം നോക്കി. ക്രൂശ് നമ്മുടെ പഴയ മനുഷ്യരെ നമ്മൾ നടത്തി മാറ്റി. ക്രിസ്തുവിനോട് കൂടെ നമ്മെ അവിടെ ക്രൂശീകരിച്ചിട്ട് പുതിയൊരു മനുഷ്യൻ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. നമ്മൾ ഇന്ന് ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചിരിക്കണം. പാപം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുമല്ല. നമ്മുടെ ഒറിജിനൽ സ്വഭാവം തന്നെ ഇനി പാപം ചെയ്യാൻ ബുദ്ധിമുട്ടാ. പണ്ട് പഴയ മനുഷ്യനുള്ളപ്പോൾ പാപം ചെയ്യാൻ എളുപ്പവും പാപം ചെയ്യാതിരിക്കാനാ പാട്. കാരണം എന്താ? ആ പഴയ മനുഷ്യന്റെ സ്വഭാവം പാപത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. പക്ഷെ പുതു മനുഷ്യൻ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാണ്. ഹല്ലേലൂയ. പലരും പറയും ഡെയിലി നമ്മുടെ ജഡത്തെ ക്രൂശിക്കണം എന്നല്ല വചനം പറഞ്ഞിരിക്കുന്നത്. നിന്റെ ജഡത്തെ ഓൾറെഡി ക്രൂശിച്ചു. കാൽവരി ക്രൂശിൽ എന്നേക്കുമായി ക്രൂശിച്ചു കഴിഞ്ഞു. നീ ഡെയിലി എടുത്ത് ക്രൂശിക്കണ്ട. തിരിച്ചറിഞ്ഞാൽ മതി. ഡെയിലി പറയണം, എൻ്റെ കർത്താവിനോട് കൂടെ ഞാൻ മരിച്ചു, ഞാൻ ഇന്ന് ജീവിക്കുന്നത് അവന്റെ ജീവനിലാണ്. ഹല്ലേലൂയ. പലരും ഈ പൗലോസിന്റെ ചില വാക്യങ്ങൾ എടുത്ത് കോട്ട് ചെയ്തിട്ട് അതിനെ മിസ്ലീഡ് ചെയ്യാറുണ്ട്. അതായത് പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ദിനം പ്രതി മരിക്കുന്നു. ആക്ച്വലി ആ ഭാഗം വായിക്കുമ്പോൾ ആ ഭാഗത്തിൽ പ്രത്യേകിച്ച് 2 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 31-ാമത് വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ഞാൻ ദിനം പ്രതി മരിക്കുന്നു. ഇതെടുത്ത് പലരും പ്രസംഗിക്കാറുണ്ട്, നമ്മൾ ദിനം പ്രതി മരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്ന് അറിയാമോ? നല്ല കല്ലേറ് കൊള്ളണം, കപ്പൽ ചേർത്തിപ്പ് വിടണം, 10-15 പ്രാവശ്യം അടി കൊള്ളണം. പൗലോസ് ലിറ്ററലി പറഞ്ഞതാണ്, ഞാൻ ഡെയിലി മരണത്തെ മുഖാമുഖം കാണുന്നു. കാര്യം എന്താണ്? എല്ലാ ദിവസവും 4 സൈഡിൽ നിന്ന് ആക്രമിക്കുകയാണ്. എത്രയോ പ്രാവശ്യം മരണത്തിന് അങ്ങ് അറ്റത്തിൽ പോയി തിരിച്ചു വന്നു. പൗലോസ് ലിറ്ററലി പറഞ്ഞതിനെ ചിലർ പറയുവാണ്, നമ്മുടെ ശരീരത്തെ ഡെയിലി നമ്മൾ ക്രൂശിക്കണം. നിന്റെ ശരീരം ഡെയിലി ക്രൂശിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നേക്കുമായി നിന്റെ പഴയ മനുഷ്യനെ അവനോട് കൂടെ ക്രൂശിച്ചു. നിനക്ക് ചെയ്യാൻ കഴിയാത്തതിനെ അവൻ ചെയ്തു. അവന്റെ നീതിയെ, പുതിയ മനുഷ്യനെ നിനക്ക് നൽകി. ഇനി നീ ക്രൂശിക്കുന്ന പുതിയ മനുഷ്യനായി പോകും. അത് ക്രിസ്തുവാണ്. അവനെ ക്രൂശിക്കേണ്ട, അവനിൽ വാഴുക. ഹല്ലേലൂയ. അവനിൽ വാഴുക. ഇനി ആ ജഡത്തെ ക്രൂശിക്കാൻ നോക്കരുത്. ഇത് ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനാണ്. ഇത് ക്രിസ്തുവിന്റെ മനസ്സുള്ളതാണ്. ഇതിന് ഇനി നിങ്ങൾ ഡെലിബറേറ്റ്ലി പാപം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ അകത്തിരിക്കുന്ന ദൈവ മനുഷ്യനെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇനി പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കത്ര അധീനാകിയാൽ ഇനി പാപം എൻ്റെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. എനിക്ക് എല്ലാ വചനങ്ങളും എടുക്കാൻ ഇപ്പോൾ സമയമില്ല, അതിലേക്ക് ഞാൻ പോകുന്നില്ല. റോമർ 6:11 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഔവണ്ണം നിങ്ങളും പാപ സംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ശ്രമിക്കാൻ പറഞ്ഞില്ല. നിങ്ങളെ തന്നെ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ എണ്ണണം, നിങ്ങളെ തന്നെ കാണണം. എങ്ങനെ? ഇനി ഞാൻ പാപത്തിന് മരിച്ചു, ഞാൻ ക്രിസ്തുവിന് ജീവിക്കുന്നു. എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു, ഞാൻ ഇന്ന് ക്രിസ്തുവിൽ ജീവിക്കുന്നു. ഇംഗ്ലീഷ് വേർഷൻ പറഞ്ഞിരിക്കുകയാണ്, കണ്ടിന്യൂലി വ്യൂ. നിരന്തരമായി നിങ്ങളെ തന്നെ കാണുക. എങ്ങനെ? ആസ് ഡെഡ് ആൻഡ് അൺറെസ്പോൺസീവ് ടു സിൻസ് അപ്പീൽ. പാപത്തിന്റെ പ്രലോഭനങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതെ വണ്ണം മരിച്ചവനായി നിങ്ങളെ തന്നെ കാണുക. കാര്യം എന്താണ്? നിങ്ങളുടെ റിയാലിറ്റി അങ്ങനെയാണ്. നിങ്ങൾ പാപത്തിന് മരിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുമായി ഒന്നായിരിക്കുന്നു. ഇനി പാപത്തിന്റെ മേൽ കർത്തൃത്വമില്ല. യു ഹാവ് ഡൊമിനിയൻ ഓവർ എവറിത്തിങ്. പാപത്തിന്റെ മേലും മരണത്തിന്റെ മേലും കർത്തൃത്വം നമുക്കുണ്ട്, അത് നമ്മുടെ മേലില്ല. ഹല്ലേലൂയ. ഈ തിരിച്ചറിവ് നമ്മുടെ അകത്തുണ്ടാകുമ്പോൾ ഇനി പാപത്തിനോടൊരു ഫൈറ്റ് ഇല്ല. കാരണം മരിച്ചവനെന്താ ഫൈറ്റ്? മരിച്ചവന് ഫൈറ്റ് ഇല്ലല്ലോ, തീർന്നില്ലേ? ശരിയല്ലേ? അതുകൊണ്ട് നമ്മൾ പഴയതിനെയൊക്കെ ഡിഗ് ചെയ്ത് എടുത്തുകൊണ്ട് വന്ന് അതിനെ ഒന്നും എണ്ണ പൂശി റെഡിയാക്കാൻ ശ്രമിക്കേണ്ട. പഴയ മനുഷ്യൻ മരിച്ചു, അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, അതെന്നേക്കുമായി ഇതിൽ നിന്ന് മാറിയിരിക്കുന്നു. ഇനി ഞാൻ എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നു. എൻ്റെ പഴയ മനുഷ്യൻ എന്നിൽ നിന്ന് പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഓരോ മനുഷ്യനും പുതിയ ഈ റിയാലിറ്റിയെ ക്രൂശ് നമുക്ക് വേണ്ടി ചെയ്തത് ഞാനൊരു ഭാഗം മാത്രമേ പറഞ്ഞുള്ളൂ. ഒത്തിരി ഉണ്ട് ക്രൂശിനെ കുറിച്ച് പറയാൻ, നമുക്കത് വേറെ ദിവസം ചിന്തിക്കാം. എന്നാലും നമ്മുടെ ഐഡന്റിറ്റിയിൽ, നമ്മുടെ വ്യക്തിത്വത്തിൽ ആ പുതിയ മനുഷ്യനെ തരുന്നതിൽ ക്രൂശിനുള്ള പ്രാധാന്യമാണ് സൂചിപ്പിച്ചത്. കാരണം യേശുവിന്റെ രക്തം നമ്മുടെ പാപങ്ങളെ പോക്കിയെങ്കിൽ ക്രൂശ് നമ്മുടെ പാപത്തെ അഡ്രസ് ചെയ്തു, നമ്മുടെ പഴയ മനുഷ്യനെ അഡ്രസ് ചെയ്തു, പഴയ സ്വഭാവത്തെ അഡ്രസ് ചെയ്തു. ഇന്ന് നമ്മൾ പുതുക്കം പ്രാപിച്ച പുതിയ മനുഷ്യനാണ്. നമ്മളെ തന്നെ അങ്ങനെ കാണണം, നമ്മളെ തന്നെ കാണണം. നിങ്ങൾ എങ്ങനെ കാണണം? നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കുന്നു അങ്ങനെ കാണണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ഇന്ന് പലർക്കും യേശു കാൽവരി ക്രൂശിൽ കിടക്കുന്ന ആ രംഗം കാണുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള മഹത്വത്തെയോ അതിൻ്റെ ശക്തിയോ തിരിച്ചറിയുന്നില്ല. പ്രത്യേകിച്ച് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർക്ക് അറിയത്തില്ലായിരുന്നു എന്താ സംഭവിക്കുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുഃഖവെള്ളിയാഴ്ച അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ കാണണം. യേശു കഥാവ് കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ള അപ്പുറമായി ഞാനും നിങ്ങളും അവനോട് കൂടെ മരിച്ചു. നമ്മുടെ പഴയ സ്വഭാവം ആ കാൽവരി ക്രൂശിലോട് തീർന്നു. ഇനി പുതിയ സൃഷ്ടികളാണ് നമ്മൾക്കൊരു പുതിയ ക്യാരക്ടർ, പുതിയൊരു സ്വഭാവത്തെ സ്വർഗം തന്നിരിക്കുന്നു. അതിൻ്റെ പേരാണ് നീതി, ദൈവത്തിൻ്റെ നീതി. എന്തിനാണ്? പാപം അറിയാത്തവനെ പാപമാക്കിയത് നമ്മെ ദൈവത്തിൻ്റെ നീതിയാക്കാനാണ്. രണ്ട് ക്യാരക്ടറാണ്, ഒന്ന് പഴയ മനുഷ്യൻ, ഒന്ന് പുതിയ മനുഷ്യൻ. പഴയ മനുഷ്യന്റെ പേര് പാപം, ഹമാർഷ്യ എന്നെങ്കിൽ പുതിയ മനുഷ്യന്റെ പേര് റൈച്ചസ്നസ്, നീതി, ദൈവത്തിന്റെ നീതി. ദൈവത്തിന്റെ സ്വഭാവത്തെ നമ്മൾ ഇമ്പ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അവസരം പറയുന്നത്, നിങ്ങൾ അവന്റെ വിത്ത് നിങ്ങൾ വസിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തിൽ ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, കാരണം അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു, അവനെ കൊണ്ട് പാപം ചെയ്യാൻ കഴിയുകയില്ല. അപ്പൊ നമ്മൾ പാപം ചെയ്യുന്നുള്ള അർത്ഥം നമ്മുടെ അകത്തിരിക്കുന്ന ആ ദൈവ മനുഷ്യന്റെ സ്വഭാവത്തിന് വിരുദ്ധമായാണ് ചെയ്യുന്നത്. എത്ര പേരുടെ ഇന്ന് വിളിക്കുന്ന എല്ലാവരും വീണ്ടും ജനിച്ച ദൈവമക്കളാണ്, കർത്താവിനെ അറിഞ്ഞവരും വീണ്ടും ജനിക്കപ്പെട്ടവരുമാണ്. നിങ്ങൾ എത്ര പേർ പാപം ചെയ്തിട്ട് പാപത്തിന്റെ പ്രവൃത്തികൾ, പാപങ്ങൾ ചെയ്ത ശേഷം വളരെ കംഫർട്ടായിരിക്കുന്ന എത്ര പേരുണ്ട്? ഒരു കുഴപ്പം തോന്നാതെ മാനസികമായി വലിയ സന്തോഷം അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? അതോ പാപം ചെയ്യുമ്പോൾ നിങ്ങൾ അകത്ത് ഭയങ്കരമായ ഒരു വേദനയും എന്തോ ഒരു ഇറിറ്റേഷനും ഒക്കെ തോന്നുന്നുണ്ടോ? കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളുടെ അകത്തുള്ള മനുഷ്യന്റെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. പഴയ മനുഷ്യന്റെ സ്വഭാവമായിരുന്നു പഴയ മനുഷ്യർ ചെയ്തുകൊണ്ടിരുന്നത്. വീണുപോയ ആദാമിൽ തുടങ്ങി എല്ലാവരും അവരുടെ അകത്തുള്ള വീണുപോയ മനുഷ്യരിൽ നിന്നാണ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ യേശു ക്രിസ്തു നമുക്ക് കാൽവരി ക്രൂശിലൂടെ നമ്മെ പുതുതായി റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മുടെ അകത്ത് പുതിയ മനുഷ്യനാണ്. ആ തിരിച്ചറിവ് വരുമ്പോൾ ആ മനുഷ്യന്റെ സ്വഭാവത്തിന് അലൈൻ ചെയ്ത്, ക്രിസ്തുവിന്റെ സ്വഭാവമായി അലൈൻ ചെയ്ത്, അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാകുന്നു. അകത്ത് വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ ലീഡിങ് അനുസരിച്ച് നടക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പാപത്തോട് ഫൈറ്റ് ഇല്ല. ജസ്റ്റ് ബിലീവ് വി ആർ ന്യൂ ക്രിയേഷൻ ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാണ്. പക്ഷെ വിശ്വസിക്കാൻ എല്ലാവർക്കും പാടാണ്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, ക്രൂസിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. ഈ ലോകത്തിന്റെ ചിന്തകൾക്ക് പറയും, അയ്യോ അത് വിശ്വസിച്ച് എന്താ സംഭവിക്കാൻ പോണേ, ഒരു ക്രൂശ്, ഒരു മരണം, എന്നാ സംഭവിക്കാനാ, ഒന്നും അറിയത്തില്ല. പക്ഷെ വിശ്വസിക്കുന്നവർക്കോ അത് ദൈവ ശക്തിയാണ്. ഹല്ലേലൂയ. ക്രൂസിന്റെ വചനം നിങ്ങളെ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ഇനി പഴയ സൃഷ്ടിയല്ല, നിങ്ങളുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി നീ പുതിയ മനുഷ്യനാണ്, നീ ക്രിസ്തുവിൽ പുതിയ മനുഷ്യനാണെന്ന് വിളിച്ചു പറയുമ്പോൾ വിശ്വസിക്കാത്തവൻ, കേൾക്കുന്നവൻ പറയും, അയ്യോ ഇത് ഭോഷത്വമാണ്. എന്നാൽ നശിച്ചു പോകുന്നവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കുന്ന നമുക്കോ അത് ദൈവ ശക്തിയാണ്. ഞാനും നിങ്ങളും ഓരോരുത്തരും അവനിൽ നീതിയാണെന്നുള്ള തിരിച്ചറിവിൽ അവനെ പോലെ ജീവിക്കുവാനായി.